ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കരുണ ഒരു ദുസ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. അത് കാണുമ്പോൾ തന്നെ ഉണ്ണി ചോദിക്കണ്ട്, എന്താ കരുണ, എന്താ നീ ചാടി എഴുന്നേറ്റത് എന്ന് ചോദിക്കുമ്പോഴേക്കും അത് അത് ഞാനൊരു ദുസ്വപ്നം കണ്ടു എന്ന് പറയാണ്. ദുസ്വപ്നോ? എന്ത് ദുസ്വപ്നം എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടില്ല ഉണ്ണിയേട്ടനോട്, ആ കണ്ണൻ അയാളുടെ വലത് കാലും ഇടത് കാലും ഒരുപോലെ ചലിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ആ സംശയം അമ്മക്കും ഉണ്ട്. അത് മനസ്സിലിങ്ങനെ കിടക്കുന്നത് കൊണ്ടിട്ടായിരിക്കും. അയാൾ എഴുന്നേറ്റ് നടക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അയാളുടെ നടു നിവർത്തുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. എന്റെ കരുണേ, ഇത് വെറും സ്വപ്നമല്ലേ, അല്ല നടന്ന കാര്യമൊന്നുമല്ല. നീ എന്താ ഈ സമയത്ത് ഇങ്ങനെ പേടിക്കുകയൊക്കെ ചെയ്യുന്നത്? ഈ സമയത്ത് പേടിക്കാനോ ഒന്നും പാടില്ലെന്ന് നിനക്കറിയില്ലേ? അതെ, എനിക്കറിയാൻ ഉണ്ണിയേട്ടാ. പക്ഷേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആരാ പേടിക്കാത്തത്? എനിക്ക് നല്ല സംശയമുണ്ട്. ആ തോമസ് വൈദ്യരെ അയാളെ എഴുന്നേൽപ്പിക്കും, ആ കണ്ണൻ എന്ന് പറഞ്ഞ ആള്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളൊന്ന് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കണ്ണേട്ടാ. എന്ന് വെച്ചാൽ നമ്മൾ പോയി മരിക്കണോ കണ്ണേട്ടൻ? അഥവാ എഴുന്നേറ്റ് നടന്നാൽ തന്നെ നമ്മൾ പോയി മരിക്കണോന്ന്? നീ എന്തൊക്കെയാ കരുണ ഈ പറയണത്? പിന്നെ നമ്മൾ എന്തിനാ ജീവിക്കണത്? ഇപ്പൊ തന്നെ എന്റെ ഉണ്ണിയേട്ടന ഒരു സെർവന്റ് ആയിട്ടോ, അതുപോലെ തന്നെ വെറും ഒരു വേലക്കാരനായിട്ടാ ആ മഹാലക്ഷ്മി കാണുന്നത്. എനിക്കത് കാണുമ്പോ തന്നെ ദേഷ്യമാണ്. ഉണ്ണിയേട്ടൻ നോക്കിക്കോ, അവർക്ക് എല്ലാത്തിനും ഞാൻ പകരം കൊടുക്കുന്നുണ്ട്. നല്ലൊരു പണി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നീ എന്താ കരുണ ഉദ്ദേശിക്കണത്? നീ എന്ത് പ്ലാനാ നടത്താൻ പോണത്? അതൊന്നും ഉണ്ണിയേട്ടൻ ഇപ്പൊ അറിയണ്ട. എന്റെ പ്ലാൻ എന്താന്ന് നടന്നു കഴിഞ്ഞിട്ട് മാത്രം ഉണ്ണിയേട്ടനും മറ്റുള്ളവരും അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് വല്ലാത്തൊരു സർപ്രൈസ് തന്നെയായിരിക്കും അത്. അമ്മയുടെ പിറന്നാളിന് എല്ലാവരും ഞെട്ടിക്കുന്നൊരു സർപ്രൈസ്. അതാണ് ഞാൻ കൊടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മാനം. എന്റെ അമ്മക്ക് കൊടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മാനം. നീ എന്തൊക്കെയാ കരുണ പറയണത്? നോക്ക്, എനിക്ക് നിന്നോട് അന്നും ഇന്നും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നോക്ക്, അയാൾക്ക് നമ്മൾ എന്ത് പണി കൊടുക്കാൻ തീരുമാനിച്ചാലും, അയാൾക്കെന്നല്ല, ആ മഹാലക്ഷ്മി എന്ന് പറഞ്ഞവൾക്കും എന്ത് പണി കൊടുക്കാൻ തീരുമാനിച്ചാലും ആ പണിയൊക്കെ നേരെ നമുക്കായിരിക്കും തിരിച്ചു വരുന്നത്. അത് നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അത് നിങ്ങൾ ആണുങ്ങൾ കൊടുക്കുന്ന പണി. ഇതേ ആണുങ്ങളല്ല, ധൈര്യമുള്ളൊരു പെൺപുലി കൊടുക്കാൻ പോകുന്ന പണിയാണ് ഈ കരുണ കൊടുക്കാൻ പോകുന്ന പണി. ഈ പണി എന്താന്ന് നിങ്ങൾ നോക്കിക്കോ. നിങ്ങളെ കൊണ്ട് സാധിക്കാത്തത് ഈ കരുണ സാധിച്ചിരിക്കും. എന്തായാലും 18-ാം തീയതി മഹാലക്ഷ്മിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസം തന്നെയായിരിക്കും. അവൾക്ക് മാത്രല്ല, ഇവിടെ കൂടിയിരിക്കുന്നവർക്കൊന്നും മറക്കാൻ പറ്റില്ല. പിന്നീട് ഈ 18-ാം തീയതി കഴിഞ്ഞാലേ പിന്നെ എല്ലാ വർഷവും 18-ാം തീയതി ഉണ്ടാവുമല്ലോ. അന്ന് നമുക്ക് ഒരു പരിപാടി ആഘോഷിക്കാൻ പറ്റില്ല. അമ്മയുടെ പിറന്നാള് എപ്പോഴും ഒരു ദുഃഖ ദിവസമായിരിക്കും. നീ എന്തൊക്കെയാ കരുണെ പറയണത്? അതെ, ഓർമ്മ ദിവസം. അപ്പോ നീ ആരെങ്കിലും കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നത്? അതൊന്നും ഞാൻ ഇപ്പൊ ഉണ്ണിയേട്ടനോട് പറയുന്നില്ല. എന്തായാലും 18-ാം തീയതി നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസം ആയിരിക്കും. അത് മാത്രം കണ്ണേട്ടൻ മനസ്സിൽ കരുതിയാ മതി. കരുണെ, നീ എന്നോടെങ്കിലും നിന്റെ പ്ലാൻ പറ. ഞാൻ നിന്റെ ഭർത്താവല്ലേ. ഞാനിപ്പോ എന്തിനു പ്ലാൻ തയ്യാറാക്കുമ്പോ നിന്നോട് പറയാറുണ്ടല്ലോ. അത് ശരിയാ. പക്ഷേ ഈ പ്ലാൻ അങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റുന്ന പ്ലാൻ അല്ല മോനെ. ഇതേ കണ്ടു തന്നെ ആസ്വദിക്കേണ്ട ഒരു കാഴ്ചയാണ്, കണ്ണിന് കുളിർമ തരുന്ന കാഴ്ച. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് സീ. എന്തായാലും ഞാൻ കണ്ട സ്വപ്നം അതൊരു ദുസ്വപ്നമായിട്ട് തന്നെ എന്റെ മനസ്സിലിരിക്കട്ടെ. അതൊരിക്കലും നടക്കാൻ പാടില്ല, നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. ശരി, നീ എന്ത് ചെയ്താലും നിന്റെ കൂടെ ഞാനും ഉണ്ട്. എന്റെ കൂടെ എപ്പോഴും ഉണ്ണിയേട്ടൻ ഉണ്ടാവണം. ഉണ്ണിയേട്ടനെ സെർവന്റ് ആക്കിയതല്ലേ അവള് മഹാലക്ഷ്മി. അവളുടെ തലപ്പത്ത് എന്റെ ഉണ്ണിയേട്ടൻ കയറി നിൽക്കും. കണ്ണെന്ന് പറഞ്ഞ നിങ്ങളുടെ ചേട്ടൻ എന്നും ആ ബെഡിൽ തന്നെ അങ്ങനെ കിടക്കുകയുള്ളൂ. ഈ സ്വത്തുക്കളുടെ അവകാശി ഞാനും എന്റെ ഉണ്ണിയേട്ടനും നമ്മൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞും തന്നെയായിരിക്കും. അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും ഉണ്ണിയേട്ടാ. ഇത് ഞാൻ ഉണ്ണിയേട്ടന് തരുന്ന വാക്കാണ്. ഒരിക്കലും ഇത് മാറില്ല. ഇത് കരുണയുടെ വാക്കാണ്. ഈ സ്വത്തുക്കളെല്ലാം നമുക്ക് മാത്രം സ്വന്തമാണ്, നമുക്ക് മാത്രം സ്വന്തം എന്നൊക്കെ കരുണ ഇങ്ങനെ പറയാട്ടോ. ഉണ്ണി പറയണ്ട്, നീ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എന്റെ മനസ്സിൽ വല്ലാത്തൊരു പേടി പോലെ തോന്നുവാണ്. എന്തിനാ പേടിക്കണത്? ഞാനല്ലേ ഈ പ്ലാൻ തയ്യാറാക്കിയത്. ഈ പ്ലാൻ നടത്തി കാണിക്കണതും ഞാൻ തന്നെയായിരിക്കും. ഉണ്ണിയേട്ടൻ ജസ്റ്റ് നാളെയും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യ് എന്ന് പറയാണ്. പിന്നീട് കാണിക്കണം മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മി വീണ്ടും നമ്മുടെ വൈദ്യരുടെ അടുത്തേക്ക് വന്നിരിക്കാട്ടോ. അങ്ങനെ മഹാലക്ഷ്മി ഇങ്ങനെ നടന്നു വരുമ്പോഴേക്കും തൊട്ട് എതിർഭാഗത്ത് നിന്നിട്ട് നമ്മുടെ മേഘനാഥനും നടന്നു വരുന്നുണ്ട്. മഹാലക്ഷ്മിനെ കാണുമ്പോ തന്നെ മേഘനാഥനെ ദേഷ്യം വരുവാണ്. മേഘനാഥനെ കാണുമ്പോൾ മഹാലക്ഷ്മിക്ക് ദേഷ്യം വരുന്നുട്ടോ. പരസ്പരം ഭയങ്കര ദേഷ്യത്തിലാണ് രണ്ടുപേരും അടുത്തേക്ക് വരുന്നത്. വേറെ വഴിയൊന്നുമില്ല. രണ്ടുപേരും വൈദ്യരുടെ റൂമിലേക്ക് തന്നെയാണ് പോവാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അങ്ങോട്ടേക്ക് നടന്നു വരുന്നത്. മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് എത്തും തോറും മേഘനാഥൻ ആ ദേഷ്യമൊക്കെ മാറ്റി പതുക്കെ സഹതാപത്തിന്റെ മുഖത്തിന്റെ ഭാവം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പക്ഷെ മഹാലക്ഷ്മി അങ്ങനെയൊന്നുമില്ല. ദേഷ്യത്തോടു കൂടി തന്നെ മേഘനാഥന് ചുട്ടരിക്കാനുള്ള ദേഷ്യം മഹാലക്ഷ്മിയുടെ കണ്ണുകളിലുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി അടുത്തെത്തുമ്പോഴേക്കും മേഘനാഥൻ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ,
അച്ഛന്റെ പെട്ടെന്നൊന്നും എഴുന്നേറ്റ് നടക്കില്ലെന്ന വൈദ്യര് പറയണത്. കുറച്ചു കാലതാമസം എടുക്കും എന്ന് പറയാണ്. അതൊക്കെ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ. ഇനിയും കയ്യിലിരിപ്പ് കൊണ്ടിട്ട് വന്നു കഴിഞ്ഞാലേ ഇനി ഒരിക്കലും ചികിത്സിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടി വരില്ല. അച്ഛന്റെ 16 നടത്തേണ്ടി വരും നിനക്ക്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഞാൻ ആകെ മാറി. മഞ്ജു അവളെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചെന്നറിയാവോ? അവൾ എന്റെ കൈവിട്ടു പോയപ്പോ എന്റെ മനസ്സ് ആകെ മാറി. ഇപ്പൊ എന്റെ മനസ്സിൽ ആരോടും ദേഷ്യമില്ല, പകയില്ല, ഒന്നുമില്ല. എല്ലാവരോടും ഇഷ്ടം മാത്രമേ ഉള്ളൂ, സ്നേഹം മാത്രം. എന്റെ മഞ്ജു, അവളെ എനിക്ക് മറക്കാൻ സാധിക്കുന്നില്ല. അവളോടുള്ള ഇഷ്ടം എനിക്ക് കൂടി കൂടി വരുവാണ്. സാഗറിനെ ഉപേക്ഷിച്ച് അവൾ വരുവാണെങ്കിൽ വീണ്ടും ഞാൻ അവളെ ആക്സെപ്റ്റ് ചെയ്യും. അവൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നിർത്തടാ. നീ ആരുടെ മുമ്പിലാടാ ഇങ്ങനെയൊക്കെ അഭിനയിക്കണത്? നിനക്ക് ഇതുപോലെ എത്ര പെണ്ണുങ്ങൾക്ക് നീ പറഞ്ഞിട്ടുണ്ടടാ. നീ എന്താടാ എന്റെ മുമ്പിൽ അഭിനയിക്കുകയാണോ? നിന്റെ ഈ അഭിനയിക്ക് നിന്റെ വീട്ടുകാരടുത്ത് കാണിച്ചാൽ മതി. ഇതേ ആള് വേറെയാണ്. നിന്റെ ഈ അഭിനയം കൊണ്ട് എന്റെ അടുത്ത് വരാൻ നിൽക്കണ്ട. അത് ഒരിക്കലും നടക്കില്ല. നിന്നെ ഈ ലോകത്ത് ആര് വിശ്വസിച്ചാലും ഈ ഞാൻ വിശ്വസിക്കില്ല. കാരണം എന്താണെന്നറിയാമോ? നിനക്കൊരിക്കലും മാറാൻ പറ്റില്ലടാ. നിന്റെ ചതി, വഞ്ചന, ഈ കുബുദ്ധി എല്ലാം നിന്റെ ബ്ലഡിൽ അലിഞ്ഞിരിക്കുന്നതാണ്. ആ ബ്ലഡിൽ അലിഞ്ഞിരിക്കുന്ന സാധനം എങ്ങനെ മാഞ്ഞു പോവാനാടാ? നീ ഈ ജന്മത്ത് നന്നാവില്ലടാ. മഞ്ജു അവന്റെ കൂടെ പോയി രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന എന്റെയും കണ്ടിട്ടെന്നെ പ്രാർത്ഥന. അവൾ എന്തായാലും നിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടല്ലോ, അത്രയും സന്തോഷം എന്നൊക്കെ മഹാലക്ഷ്മി പറയുമ്പോ മേഘനാഥന്റെ മുഖം ആകെ മാറുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇപ്പോഴും എന്നെ വിശ്വസിക്കുന്നില്ല അല്ലേ? ഇല്ലടാ, വിശ്വസിക്കില്ല. അവള് ഞങ്ങളുടെ അടുത്ത് വന്നാൽ ഞങ്ങൾ രാജകുമാരിനെ പോലെ അവളെ നോക്കും. പക്ഷെ നിന്റെ അടുത്തേക്ക്, നിന്റെ നിഴൽവട്ടത്തേക്ക് പോലും ഞങ്ങൾ അവളെ വിടില്ലടാ. അത്രക്കും നിന്റെ നിഴല് പതിച്ചാൽ പോലും പെണ്ണുങ്ങൾ ദോഷമായി മാറുടാ. അത്രക്കും വൃത്തികെട്ട ജന്മമാടാ നിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് മഹാലക്ഷ്മി അവിടെ നിന്ന് പോവുക കേട്ടോ. ശേഷം കണ്ണൻ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? ഇനി എല്ലാവരും കൂടി തൻ്റെ അടുത്ത് മറച്ചു വെക്കുകയാണോ? കണ്ണൻ എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങിയോ എന്നൊക്കെയുള്ളൊരു സംശയം മേഘനാഥന് നന്നായിട്ടുണ്ട് കേട്ടോ. മേഘനാഥൻ എന്താ ചെയ്യുന്ന വെച്ചാല് കണ്ണൻ കിടക്കുന്ന റൂമിന്റെ ആ ഒരു താക്കോലിടുന്ന ചെറിയൊരു ഹോൾ ഉണ്ടല്ലോ, ആ കീയിടുന്ന ഹോളിൽ കൂടി പതുക്കെ ഒളിഞ്ഞു നോക്കുകയാണ്. അടുത്തൊന്നും ആരുമില്ലെന്ന് മനസ്സിലാക്കിയ മേഘനാഥൻ ആ ഹോളിൽ കൂടി ഒളിഞ്ഞു നോക്കുമ്പോഴേക്കും അവിടെ നമ്മുടെ കണ്ണന്റെ കാല് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. കണ്ണന്റെ കൂട്ടുകാരൻ കാലിങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മേഘനാഥൻ. പെട്ടെന്നാണ് മേഘൻ ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോകുന്നത് കേട്ടോ. കണ്ണൻ 2 കാലുകളും പതുക്കെ ചലിപ്പിക്കുകയാണ്. അത് കാണുന്നത് മേഘനാഥൻ ആകെ ഷോക്കാവാണ്. ഈശ്വര, ഞാൻ എന്ത് കാഴ്ചയെ കണ്ടത്? അവനെ 2 കാലും ചലിപ്പിക്കണതല്ലേ ഞാൻ കണ്ടത്. അപ്പൊ അവന്റെ കാലുകൾക്ക് ചലനശേഷി കിട്ടിയോ? എല്ലാരും പേടിക്കുന്ന പോലത്തെ ആ സംഭവം നടന്നോ എന്നൊക്കെ മേഘനാഥൻ സംശയത്തോടെ വീണ്ടും ആ ഹോളിലൂ കൂടി വീണ്ടും കണ്ണു വെച്ചിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴേക്ക് വീണ്ടും മേഘൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച വീണ്ടും കാണുവാണ്. അതെ, കണ്ണന് കാലുകൾ നന്നായിട്ട് ചലിപ്പിക്കാൻ സാധിക്കണ്ട്. വെറുതെ ഒന്നും അനക്കുമല്ല, കാലിട്ട് തിരിക്കുവാണ്. അപ്പൊ അവന് ചലനശേഷി കിട്ടി, കാലുകൾക്ക് ചലനശേഷി കിട്ടി. ഇനി കാലുകൾക്ക് മാത്രമാണോ അരക്കെട്ടിന് ചലനശേഷി കിട്ടിയോ? എന്തായാലും വലിയൊരു ചതി തന്നെയാണല്ലോ ഈശ്വര നടന്നിരിക്കുന്നത് എന്ന് മേഘനാഥൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അവിടേക്ക് നമ്മുടെ മഹാലക്ഷ്മി വരും കേട്ടോ. മഹാലക്ഷ്മിനെ കാണുമ്പോൾ തപ്പിത്തടഞ്ഞ് നിൽക്കുവാണ് നമ്മുടെ മേഘനാഥൻ. ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.